ഈശ്വര, ധനയോഗം, കാര്യലാഭം എല്ലാം ഉള്ള നല്ലൊരു കണി കാണിക്കണേ. അളിയാ, ഹാപ്പി വിഷു. നീ എന്താ ഇവിടെ? അതൊക്കെ പിന്നെ പറയണേ. ഇതെന്താ ഈ കൊലത്തില്? അത് ലോയർ റൂമിൽ റെയ്ഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഓടിയതാ. പറയാം. ഈശ്വര, ഈ കൊല്ലവും പോയി. ഒന്നും പറയണ്ട അളിയാ. ഞാനാണെങ്കിൽ എൻ്റെ പഴയ എക്സിൻ്റെ കൂടെ ഒന്ന് കൂടാന്ന് വെച്ചിട്ട് അവളെ ലോയർ റൂം എടുത്തിട്ട് റൂമിലോട്ട് വിളിച്ചു. അവളുടെ അടുത്താണെങ്കിൽ കുറച്ച് MDMA, എൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് കഞ്ചാവ്. എക്സൈസ് പുറത്ത് ചെയ്യും. കറക്റ്റ് സമയത്ത് പോലീസുകാർ വന്നു. ഞാനാണെങ്കിൽ കൈകിട്ട് കഞ്ചാവും കുറച്ചൊക്കെ ഇതിനെ പറക്കിയിട്ട് ബാഗ് എടുത്തിട്ട് ഓടി. അവളെ പിടിച്ചിട്ടുണ്ടാവണം. ഞാൻ വന്നെ പിടിക്കുകയാണെങ്കിൽ ഇതിന് കറക്റ്റ് എക്സൈസ് ചെക്കിങ്. നിനക്ക് ഒരു മാറ്റമില്ലല്ലോടാ. എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് വന്ന് കയറിയേ കള്ളവാറ്റ അടിച്ചോണ്ടോന്ന് അറിയില്ല. അപ്പം തന്നെ PP കിട്ടും. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ആരുടെ വീട് അടുത്തുനിന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നീ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങടേക്ക് വരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓടി വന്നതാണ്. ഇന്ന് വിഷു കൂടിയല്ലേ, നിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയാം. വിഷു കണിയാണ് ചോദിച്ചത്. ഇതൊരു വലിയ കെണിയാണല്ലോ വന്ന് കയറിയേക്കണേ. എൻ്റെ അളിയിൽ നല്ല ദിവസമായിട്ട് നീ വെറുതെ ചുമ്മാ മൂട് പറഞ്ഞോരെന്ന് പറഞ്ഞിട്ട് കാട്ടിക്കളയില്ല. ബാങ്ക് വിഷുവായിട്ട് എന്തെങ്കിലും പായസം കാര്യങ്ങളൊക്കെ തന്നെ കയറ്റാം. പപ്പാ മമ്മി എവിടെയാ? പായസം കൂടി നല്ല കേട്ടോ. എന്താ നിനക്ക് ഉദ്ദേശം ശരിക്കും? അളിയ, ഞാനിതൊക്കെയാണ് ആഗ്രഹിച്ച ഫാം ലൈഫ്. പോത്തിന് പോത്ത്, കോഴിക്ക് കോഴി, മീന് മീൻ, മൊയിൽ, കാട എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ കുറച്ച് ആളുകൂടെ കൂടാൻ പോകാം. ഇവിടെ കൂടാനാ? ഈ മാവിൻ്റെ തൈ ബഡാണോ? അത് ബഡല്ല. അല്ലല്ലേ? ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഈ മര്യാദയ്ക്ക് വേറെ നല്ല സ്ഥലം പിടിച്ചോ. ഇത് അവന്മാർ പോലീസ് സൗണ്ടല്ലോ. അതേലോ, പോലീസിന്റെ സൗണ്ട് ആണോടാ അത്. അവന്മാർ സ്കെച്ച് ചെയ്ത് ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അളിയാ ഒന്നും പറയാനല്ല, ഹാപ്പി വിഷു. ഞാൻ പോട്ടെ. ഹാപ്പി വിഷു.